പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് തിരുസഭ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവം നമ്മോടൊപ്പം എപ്പോഴും ആയിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നും സൃഷ്ടാവ് തൻ്റെ സൃഷ്ടികളുടെ സന്തോഷത്തിലും സമാധാനപരമായ ജീവിതത്തിലും ആഹ്ലാദം കണ്ടെത്തുന്നു എന്നുമാണ്. പിതാവായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ നന്മയിൽ ജീവിക്കുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു. നാം തിന്മ ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മെ ഓർത്ത് വേദനിക്കുന്നു. ദൈവത്തെ സന്തോഷിപ്പിച്ച് ജീവിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് യേശു നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെയ്ത ത്യാഗപൂർണമായ കാര്യങ്ങൾ തന്നെയാണ്. യേശുവിനോട് നമുക്ക് നന്ദിയുള്ളവരാകാം. കാരണം യേശുവിൻ്റെ സഹനവും മരണവും ഉത്ഥാനവും നമ്മെ ദൈവമഹത്വത്തിൽ പങ്കുകാരാക്കി. പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ആഴമായി സ്നേഹിക്കാം. അങ്ങനെ അനേകം ആത്മാക്കളെ നേടിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് പിതാവിൽ നിന്നും കേട്ട കാര്യങ്ങൾ തന്നെയാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും സ്വീകരിച്ച് നമ്മോട് പ്രഖ്യാപിക്കും. അങ്ങനെ യേശുവിനെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം യേശുവിൻ്റെ തന്നെയാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ത്രിത്വൈക ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി നാം അനുഭവിക്കുമ്പോൾ നാം എത്ര ധന്യരാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ നാം അവിടത്തേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുവാൻ മറക്കാതിരിക്കാം. ത്രിത്വൈക ദൈവം നമ്മുടെ കാര്യങ്ങളിൽ എത്രയോ ശ്രദ്ധാലുവാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയും സ്നേഹവും നമ്മെ സ്വാധീനിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകട്ടെ. അപ്പോൾ നാം നല്ല മാതൃക നിറഞ്ഞ ജീവിതം നയിക്കും. അങ്ങനെ അനേകം ആത്മാക്കളെ സ്വർഗത്തിനു വേണ്ടി ഒരുക്കിയെടുക്കുവാൻ സാധിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.